അസ്സലാമു അലൈക്കും. ചരിത്രമുറങ്ങുന്ന ബദറിൻ്റെ മണ്ണിലാണുള്ളത്. മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാറി ഒറ്റപ്പെട്ട് ഒരു ശാന്തമായ ഒരു പ്രദേശമാണ് ബദർ. ഇരട്ടിയിലേറെ വരുന്ന എതിർപക്ഷത്തെ വിശ്വാസത്തിൻ്റെ കരുത്തിൽ അതിജയിച്ച പ്രവാചകനെയും അനുയായികളെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ബദർ. ബദറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഇന്ന് റമദാൻ 17 ലോക മുസ്ലിമീങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ സ്മരണകളിലൂടെ കടന്നു പോകുന്ന ദിനമാണെന്ന്. ശത്രുക്കളുടെ ശല്യം മൂലമായിട്ട് നബിതങ്ങൾ സ്വന്തം നാടായ മക്ക ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മദീനയിൽ നബിതങ്ങൾ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ശത്രുക്കൾ അവരുടെ കച്ചവട വസ്തുക്കൾ കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നത്. നബിതങ്ങളും സംഘവും തങ്ങിയ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഒരു പള്ളി നിലകൊണ്ട് നിൽക്കുന്നത്. ശത്രുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്നത് അബൂ സുഫിയാൻ്റെയും അബൂ ജഹലിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ്. 170 ഒട്ടകങ്ങളും അതുപോലെ 100 കുതിരപ്പടയും 950 കാലാൾപ്പടയുമായിട്ടാണ് മക്കയിൽ നിന്ന് ഖുറൈശികൾ ഇവിടെ എത്തുന്നത്. നബിതങ്ങളുടെ പക്ഷത്തെന്ന് പറയാൻ 313 പേരും അതുപോലെ 2 കുതിരകളും 70 ഒട്ടകങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ് ബദറിൽ ഷഹീദായവരെ മറമാടിയിരിക്കുന്നത്. ഒരു അടയാളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ സായുധ പോരാട്ടമായിരുന്നു ബദർ. യുദ്ധത്തിന് നേതൃത്വം നൽകിയ അബൂ ജഹലും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 70 ശത്രുക്കളെയാണ് വധിക്കപ്പെട്ടത്. അതുപോലെ 70ഓളം വരുന്ന ശത്രുക്കളെ തടവിലാക്കുകയും ചെയ്തു. ഇസ്ലാമിക പക്ഷത്ത് നിന്ന് 14 പേരാണ് ഷഹീദായത്. അവരുടെ പേര് നമ്മൾ ബദറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൊത്തിവെച്ചത് കാണാം. നിർണായകമായ ഈ യുദ്ധത്തിൻ്റെ വിജയം മലക്കുകളുടെ സഹായത്തോടെയാണ് എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിന് ശേഷം നബിതങ്ങൾക്ക് സ്വാധീനം മദീനയിൽ വർദ്ധിച്ചു. അതുപോലെ ഇസ്ലാമിലേക്ക് ഒരുപാട് പേര് കടന്നു വരികയുണ്ടായി. ബദർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആത്മവിശ്വാസം കൊണ്ട് അതിജയിക്കാൻ പറ്റും എന്നാണ്.